PV അൻവറിന്റെ പരാതിയിൽ പാർട്ടി അന്വേഷണമില്ല, ശശി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ADGPയെ മാറ്റേണ്ടതില്ലെന്നും CPM പറയുകയാണ്. AK സ്റ്റെഫിൻ ഉണ്ട്. സ്റ്റെഫിൻ, മുഖ്യമന്ത്രി പറഞ്ഞ വഴിയേ പാർട്ടിയും പോകുന്നു. സെക്രട്ടേറിയറ്റിൽ എന്താണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ ഉണ്ടായത്? അതിന്മേൽ എന്താണ് സെക്രട്ടേറിയറ്റിന്റെ നിലപാട് വരുന്നത്? പ്രജീഷ്, അൻവറിന്റെ പരാതിയിൽ ഇന്ന് വിശദമായ ചർച്ച സെക്രട്ടേറിയറ്റിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാക്കുകളിൽ തന്നെയാണ് CPM-ഉം പാർട്ടിയും എത്തി നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ P ശശിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ ഏതായാലും തൽക്കാലം പാർട്ടി തലത്തിലൊരു അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് CPM ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നേരത്തെ തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് പലതരത്തിലുള്ള സ്വത്ത് സമ്പാദനമടക്കമുള്ള കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെന്ന് നിൽക്കുന്നത് P ശശിയിലാണെങ്കിൽ പോലും ADGP MR രവികുമാറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സുജിദാസിന്റെ നേതൃത്വത്തിലാണ് ഈ തിരിമറികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ നടന്നത്. അതുകൊണ്ട് തന്നെ ഭരണതലത്തിലുള്ള പോലീസിൻ്റെതായിട്ടുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത്. അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിജിലൻസ് അന്വേഷണവും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് പാർട്ടി സെക്രട്ടറി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും പാർട്ടി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്ന് 3:30 CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ ഔദ്യോഗികമായി പാർട്ടി ഈ നിലപാട് പ്രഖ്യാപിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. ഒപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയതോടുകൂടി പാർട്ടിയും ആ നിലപാടിലേക്ക് എത്തുന്നു. കാരണം ഇപ്പോൾ ഇനി പാർട്ടി സമ്മേളനങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അൻവറിനെ സ്വാഗതം ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് തട്ടിലാണ് എന്നുള്ളൊരു ചിന്ത വരും. ആ ഒരു അവസ്ഥ ഈ പാർട്ടി സമ്മേളനമൊക്കെ വരാനിരിക്കുന്ന സമയത്ത് ഗുണം ചെയ്യില്ല എന്നും പാർട്ടി നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, പ്രത്യേകിച്ചും P ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തുന്നത്. അതായത് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഘടകകക്ഷികളടക്കം ADGPയുടെ കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കൺസേൺ അത് ഏതെങ്കിലും തരത്തിൽ ഈ യോഗത്തിന്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിധിയിൽ വന്നുവോ? P ശശിയുടെ കാര്യത്തിൽ ഒരു പൊളിറ്റിക്കലി പരാതി നൽകിയിട്ടാകാം എന്നാണ് MV ഗോവിന്ദനടക്കം പരാതി ആദ്യം പറഞ്ഞു. ഗോവിന്ദൻ ശശിക്കെതിരെ പരാതി പറഞ്ഞിട്ടില്ല. പിന്നീട് പരാതിയായി അത് വരുമ്പോഴും ഏത് രീതിയിലാണ് അതിനെ പരിഗണിക്കുന്നത്? ഒപ്പം ADGPയുടെ കാര്യത്തിൽ ഒരു ഏകപക്ഷീയ സ്റ്റാൻഡ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തു നിന്ന്, അതായത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ നിലപാടിന്റെ വഴിയെ വരികയായിരുന്നോ? മറ്റൊരു തരത്തിലുള്ള ആശങ്കകളും ഘടകകക്ഷിയുടെ ആശങ്കകളടക്കം പങ്കുവയ്ക്കപ്പെട്ടില്ലേ? ഘടകകക്ഷികളുടെയൊക്കെ ആശങ്കകൾ പല തവണ CPM RJDയും ഒക്കെ പറഞ്ഞെങ്കിൽ പോലും CPM അതെല്ലാം തള്ളുന്നു. കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അത് തള്ളിയതോടുകൂടി അൻവറിൻ്റെ ആരോപണങ്ങൾ, അൻവറിന് പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് എന്നൊരു ഒളിയമ്പ് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു സൂചന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അടക്കം നൽകിയിരുന്നു. കാരണം അൻവറിൻ്റേത് ഇടതുപക്ഷ പശ്ചാത്തലമല്ല, അത് കോൺഗ്രസിൻ്റെ പശ്ചാത്തലമല്ല. അതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, അതായത് അൻവർ ഇവിടെ നിൽക്കണമെന്ന് ഒരു താല്പര്യം ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയും ആ ഒരു നിലപാടിലേക്ക്, കാരണം മുഖ്യമന്ത്രി ഏത് നിലപാട് സ്വീകരിച്ചു അതിലേക്ക് തന്നെ പാർട്ടിയും എത്തേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും ഈ വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അൻവറിൻ്റെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ ഒക്കെ കണക്കിലെടുക്കുമ്പോൾ തോന്നിയിരുന്നത് പാർട്ടിയുടെ ഒരു കൃത്യമായൊരു പിൻബലം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രി അൻവറിനെ തള്ളിയതോടുകൂടി പാർട്ടിയും അതേ രീതിയിൽ തന്നെ പിറ്റേന്ന് പരസ്യ പ്രതികരണം ഒഴിവാക്കണമെന്ന് ഒരു ഞായറാഴ്ച ദിവസം അസാധാരണമായി സെക്രട്ടേറിയറ്റിന്റെ ഒരു തീരുമാനമെത്തുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വഴിയെ തന്നെ പാർട്ടിയും എത്തിയതിനുള്ളൊരു സൂചനയായിരുന്നു അത്. അതിലേക്ക് തന്നെയാണ് അവിടെ PV അൻവർ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി P ശശിക്കെതിരെ ഉന്നയിക്കുമ്പോൾ പറഞ്ഞത് ഇത് സാധാരണ അടിത്തട്ട് മുതലുള്ള ഏരിയ സെക്രട്ടറി അടക്കം പല ആളുകളുടെയും പല നേതാക്കളുടെ അഭിപ്രായമാണ് താൻ പറയുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലാൻ കഴിയുന്നില്ല, കൂട്ടുത്തരവാദിത്തം അടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് P ശശിയാണ്. അങ്ങനെ ഗുരുതരമായ അതിനൊപ്പം തന്നെ ഈ ADGPക്ക് സംരക്ഷണം ഒരുക്കിയതും ADGP RSS ബന്ധത്തിന്മേൽ ആ റിപ്പോർട്ട് പൂഴ്ത്തിയടക്കം P ശശിയാണ്. അങ്ങനെ ഗുരുതരമായ കാര്യങ്ങളാണ് PV അൻവർ പറഞ്ഞു വെച്ചത്. അതിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റിന്റെ തലത്തിലേക്ക്, പാർട്ടി ഫോറത്തിലേക്ക് ചർച്ചയ്ക്ക് വരുമ്പോൾ മറ്റൊരു തെറ്റായ സന്ദേശം നൽകേണ്ടതില്ല എന്ന് ഉദ്ദേശിച്ചാണോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്? അതല്ല മുഖ്യമന്ത്രി പറഞ്ഞ കഴിഞ്ഞ ഒരു വിഷയത്തിന്മേൽ ഇനി മറ്റൊരു രീതിയിലേക്ക് പാർട്ടിയും നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന നിലയിലാണോ ഈ ചർച്ചകൾ വന്നത്? അങ്ങനെ ഒരു തീരുമാനം തന്നെയായിരിക്കാം ഇനി 3:30 വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ നൽകുകയല്ലേ? കാരണമായിട്ട് അടിസ്ഥാന വസ്തുതകൾ എന്തായിരുന്നു?
തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകാൻ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ പാർട്ടിക്കും അതോടൊപ്പം തന്നെ സർക്കാരിനും മുന്നണിക്കുമെല്ലാം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് തട്ടിലാണ് എന്നൊരു വികാരം പൊതുവെ ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ ആഞ്ഞടിച്ചൊരു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് LDF സർക്കാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചിന്ത പ്രത്യേകിച്ചും പാർട്ടി അണികളുടെയൊക്കെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് നയപരമായ ഒരു രീതിയിൽ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരിക്കും CPM ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണം ഇല്ല എന്ന് പറഞ്ഞു എങ്കിൽ പോലും കൃത്യമായി നമ്മൾ ജയരാജൻ്റെയൊക്കെ വിഷയത്തിൽ കണ്ടതാണ്. LDF കൺവീനറായിരിക്കെ അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹവും BJP നേതാവും പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവമൊക്കെ അടഞ്ഞ അധ്യായമാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനെ ചിരിച്ചു തള്ളിയ MP ഗോവിന്ദനെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു പെട്ടെന്നൊരു തീരുമാനം സെക്രട്ടറിയുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. സ്റ്റെഫിൻ, എന്തായാലും നമ്മൾ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വിഷയത്തിന്മേൽ പാർട്ടി ഏതെങ്കിലും തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമോ എന്ന് പലരും കരുതിയെങ്കിൽ അതല്ല. മുഖ്യമന്ത്രി തെളിച്ച വഴിയെ തന്നെ CPM-ന്റെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഫോറമായ സംസ്ഥാന സെക്രട്ടേറിയറ്റും എത്തിച്ചേർന്നിരിക്കുന്നു. P ശശിക്കെതിരെ ആ പരാതിയിന്മേൽ ഒരു അന്വേഷണവുമില്ല, ADGP-യെ മാറ്റേണ്ടതില്ല എന്നുകൂടി തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്.